ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റഡി ഗേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ഈ സ്റ്റോറി അമേരിക്കൻ ബാസ്കറ്റ്ബോൾ പ്ലെയറായ മൈക്കിൾ ജോർദാനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് മൈക്കിൾ ജോർദാൻ്റെ അമ്മ ഡലോറിസ് ജോർദനും സഹോദരി റോസ്ലിൻ എം ജോർദനും കൂടിയിട്ടാണ്. മൈക്കിൾ ജോർദാൻ ഒരു കറുത്ത വർഗ്ഗക്കാരനായ അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഫെബ്രുവരി 17, 1963 ജനിച്ചത്. ഏറ്റവും നല്ല ബാസ്കറ്റ്ബോൾ കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഈ കഥയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെ പറ്റിയും അവ എങ്ങനെയാണ് അദ്ദേഹം തരണം ചെയ്തത് എന്നതിനെക്കുറിച്ചുമാണ്. ക്ഷമ, കഠിനാധ്വാനം എന്നിവയെക്കുറിച്ചും ഇതിൽ പറയുന്നു. ഇനി നമുക്ക് സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് കടക്കാം. ചെറുപ്പത്തിൽ ബാസ്കറ്റ്ബോൾ കളിക്കാൻ മൈക്കിളിന് വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും അവൻ അവൻ്റെ മൂത്ത സഹോദരങ്ങളായ ലാരിയുടെയും റോണിയുടെയും കൂടെ പാർക്കിൽ പോകുമായിരുന്നു. അവരുടെ കൂടെ തന്നെയും കളിപ്പിക്കും എന്ന് വിചാരിച്ചാണ് മൈക്കിൾ അവരുടെ കൂടെ പോയിരുന്നത്. പക്ഷേ അവിടെ മൈക്കിളിന് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. മാർക്ക് എന്ന കളിക്കാരനായിരുന്നു അവൻ്റെ പ്രശ്നം. കളിക്കളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കളിക്കാരനായിരുന്നു മാർക്ക്. മാർക്ക് എപ്പോഴും മൈക്കിളിനെ അവൻ്റെ ഉയരത്തിൻ്റെ കാര്യം പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു. കാരണം മൈക്കിൻ്റെ പൊക്കം വളരെ കുറവാണ് മറ്റു കുട്ടികളെ അപേക്ഷിച്ച്. അങ്ങനെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിനിടയിൽ മൈക്കിൾ ലാറിക്ക് പന്ത് കൊടുത്തപ്പോൾ മാർക്കിൻ്റെ നീളമുള്ള കൈകൾ ആ പന്ത് തട്ടിമാറ്റി. ആ പന്ത് മാർക്കിൻ്റെ ടീമിലുള്ള കളിക്കാരൻ്റെ കയ്യിലാണ് ചെന്നെത്തിയത്. അവൻ ആ പന്ത് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു. അങ്ങനെ മാർക്കിൻ്റെ ടീം ജയിച്ചു, മൈക്കിളിൻ്റെ ടീം തോറ്റു. വീട്ടിലേക്ക് തിരിച്ചു പോകും വഴി മൈക്കിൾ പല പ്രാവശ്യം ലാറിയോട് ക്ഷമ ചോദിച്ചു. മൈക്കിളിൻ്റെ ഏറ്റവും മുതിർന്ന സഹോദരനായ റോണി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് മൈക്കിൾ നന്നായി കളിച്ചെന്നും അവൻ ആശങ്കപ്പെടേണ്ട എന്നും റോണി അവനോട് പറഞ്ഞു. അടുത്ത പ്രാവശ്യം അവർ ജയിക്കുമെന്നും റോണി കൂട്ടിച്ചേർത്തു. മൈക്കിൾ വീട്ടിലെത്തിയ ഉടൻ തന്നെ അടുക്കളയിൽ ഡിന്നർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു എന്തു ചെയ്താലാണ് പൊക്കം വയ്ക്കുക എന്ന്. അവൻ്റെ അമ്മ പറഞ്ഞു അവൻ്റെ ഷൂസിൽ ഉപ്പിട്ടാൽ അവൻ്റെ പൊക്കം കൂടുമെന്ന്. ഇത് കേട്ടപ്പോൾ മൈക്കിളിന് വലിയ സന്തോഷമായി. അവൻ അമ്മയോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. പൊക്കം കൂട്ടാൻ എത്ര നാൾ വേണ്ടി വരും, എത്രത്തോളം പൊക്കം വെപ്പിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ളതായിരുന്നു ആ ചോദ്യങ്ങൾ. അമ്മ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് അവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ക്ഷമ കാണിക്കാനും താൻ പറയുന്നതൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കാനും അമ്മ പറഞ്ഞു. അവൻ പറഞ്ഞു അവൻ ക്ഷമ കാണിക്കാമെന്ന്. ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മൈക്കിൾ കാര്യമായി ഒന്നും കഴിക്കുന്നില്ലെന്ന് അവൻ്റെ അമ്മ കണ്ടു. കാരണം അവൻ ഉയരം കൂടുന്നതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു ശരിയായ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവൻ്റെ ഉയരം കൂടുകയില്ലെന്ന്. മൈക്കിൾ അവന് വിശപ്പില്ലെന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ അമ്മ ചെറിയ ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ വേഗം തന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങി. വേഗം തന്നെ അവൻ്റെ പ്ലേറ്റുള്ളതെല്ലാം അവൻ തിന്നു തീർക്കുകയും കൂടുതൽ ആഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. മൈക്കിളിൻ്റെ റൂമിലെ ചുമരിൽ ഒരു ഗ്രോത്ത് ചാർട്ട് തൂക്കിയിട്ടിരുന്നു. അന്ന് വൈകുന്നേരം ഉറങ്ങാൻ പോയപ്പോൾ മൈക്കിൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഷൂസുകൾ ഗ്രോത്ത് ചാർട്ടിന് താഴെയുള്ള തറയിൽ വെച്ചു. അത് കഴിഞ്ഞ് അവൻ രാത്രിയിലിടുന്ന പൈജാമ ഇട്ടു. അതിനുശേഷം പ്രാർത്ഥനയും ചൊല്ലി കട്ടിലേക്ക് ഉറങ്ങാൻ കിടന്നു. അവൻ്റെ അമ്മ മുറിയിൽ വന്നപ്പോൾ മൈക്കിൾ നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മ തറയിലിരുന്ന അവൻ്റെ ഷൂസുകളിൽ ഉപ്പ് വിതറി. അന്ന് രാത്രിക്ക് ശേഷം തൻ്റെ ഷൂ ധരിച്ചപ്പോൾ അവനും അവൻ്റെ കാലിൽ ഉപ്പിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അവനൊരു പ്രത്യേക അനുഭൂതി ഉണ്ടായി. അവൻ ആ ഷൂ ധരിച്ചുകൊണ്ടാണ് എല്ലായിടത്തും പോയത്. തൻ്റെ മൂത്ത സഹോദരങ്ങളുടെ കൂടെയുള്ള ശനിയാഴ്ച പാർക്കിലേക്കുള്ള യാത്രകൾ അവൻ നിർത്തിവെച്ചു. അവൻ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവൻ ഇനിയും പാർക്കിൽ പോകുന്നതിന് മുമ്പ് കുറച്ചിഞ്ചുകൾ കൂടി ഉയരം കൂടണമെന്നായിരുന്നു ആഗ്രഹം. മൈക്കിൾ വളരെ ക്ഷമയോടുകൂടെ 2 മാസം വീട്ടിനുള്ളിൽ തന്നെ പ്രാക്ടീസ് തുടർന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ തനിക്ക് ഉയരം കൂടിയോ എന്നറിയാൻ അവൻ ഗ്രോത്ത് ചാർട്ടിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. ഒരു മാറ്റവുമില്ലായിരുന്നു. 1 ഇഞ്ച് പോലും അവൻ്റെ ഉയരം കൂടിയിട്ടില്ല. അവന് നിരാശ തോന്നി. പക്ഷേ എന്നിട്ടും അവൻ അവൻ്റെ പരിശീലനം നിർത്തിയില്ല. തൻ്റെ അമ്മ ഉപദേശിച്ചതനുസരിച്ച് അവൻ ക്ഷമയോടെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും പ്രാക്ടീസിൻ്റെ 2 മാസങ്ങൾ കടന്നുപോയി. പക്ഷേ അവൻ്റെ ഉയരത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. മൈക്കിളിന് നന്നായി വിഷമം അനുഭവപ്പെട്ടു.
പിറ്റേ ശനിയാഴ്ച മൈക്കിളിൻ്റെ സഹോദരങ്ങൾ അവനെ പാർക്കിലേക്ക് കൊണ്ടുപോകാനായി ഒരു വലിയ ശ്രമം തന്നെ നടത്തി. പക്ഷേ മൈക്കിൾ പാർക്കിലേക്ക് പോകാൻ തയ്യാറായില്ല. മൈക്കിളിൻ്റെ വിഷമം കണ്ടപ്പോൾ അമ്മയ്ക്ക് ആശങ്കയായി. മൈക്കിൾ ഒറ്റയ്ക്ക് വീടിന് പുറത്തുള്ള പടികളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛനോട് പറഞ്ഞു മൈക്കിളിൻ്റെ അടുത്ത് പോയി അവനോട് സംസാരിക്കാൻ. മൈക്കിളിൻ്റെ അച്ഛൻ മൈക്കിൾ ഇരിക്കുന്നതിനടുത്ത് പോയി ഇരുന്നു. എന്നിട്ട് മൈക്കിളിൻ്റെ അച്ഛൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അവൻ അവൻ്റെ ചേട്ടന്മാരുടെ കൂടെ കളിക്കാനായി പാർക്കിൽ പോകാത്തതെന്ന്. അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും കൂടി അവൻ്റെ അച്ഛൻ കൂട്ടിച്ചേർത്തു. ആദ്യം മൈക്കിൾ ഒന്നും മിണ്ടിയില്ല. പിന്നീട് അവൻ പറഞ്ഞു അവനെ കുറച്ചും കൂടി പൊക്കം കൂടുമെന്ന് അവൻ വിചാരിച്ചെന്ന്. അവൻ്റെ അമ്മ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തിരുന്നു. പക്ഷേ അവൻ്റെ ഉയരം ഒട്ടും കൂടിയിട്ടില്ല എന്നും അവൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ അവൻ്റെ അച്ഛൻ ചോദിച്ചു എന്തിനാണ് കൂടുതൽ ഉയരം വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതെന്ന്. മൈക്കിൾ പറഞ്ഞു ഉയരം കൂടുതലുണ്ടെങ്കിൽ അവൻ്റെ ടീമിനെ കളിയിൽ ജയിപ്പിക്കാൻ പറ്റുമെന്ന്. ഇത് കേട്ടപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു ഇപ്പോൾ തന്നെ അവനൊരു നല്ല കളിക്കാരനാണെന്ന്. എന്നിട്ട് മൈക്കിളിൻ്റെ നെഞ്ചത്ത് സ്നേഹപൂർവ്വം തട്ടിക്കൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു വിജയിയാകാനുള്ള എല്ലാ ഗുണങ്ങളും അവനിലുണ്ടെന്ന്. അല്പം ഉയരം കൂടിയാൽ കുറച്ചും കൂടി നന്നായി കളിക്കാൻ പറ്റിയേക്കും. പക്ഷേ പരിശീലനം, നിശ്ചയദാർഢ്യം, പരമാവധി കഴിവുകൾ ഉപയോഗപ്പെടുത്തുക എന്നിവയെല്ലാമാണ് ഉയരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഘടകങ്ങൾ. ശരിയായ ഒരു വിജയിക്ക് വേണ്ടത് ഉയരം കൂടുതലല്ല, മേൽപ്പറഞ്ഞ മറ്റു കാര്യങ്ങളാണ് അവൻ്റെ അച്ഛൻ കൂട്ടിച്ചേർത്തു. അവൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി മൈക്കിൾ നന്നായി ചിന്തിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അവൻ്റെ അച്ഛൻ അവനോട് ചോദിച്ചു അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവൻ പറഞ്ഞു അവൻ ഇന്നൊരു കളിയുണ്ട്, അവനിപ്പോൾ തന്നെ ലേറ്റായി എന്ന്. മൈക്കിൾ പാർക്കിലെത്തിയപ്പോഴേക്കും കളി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ അവിടെ ഒരു ബെഞ്ചിലിരുന്നു. അവന് കളിക്കാൻ ഒരു ചാൻസ് കിട്ടണേ എന്നവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. കളി ഏതാണ്ട് തീരാറായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ടീമിലെ കളിക്കാരനായ ജോൺ എന്ന കുട്ടി താഴേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തത്. അപ്പോൾ ജോണിക്ക് പകരക്കാരനായി മൈക്കിൾ കളത്തിലേക്ക് ഇറങ്ങി. മൈക്കിളിൻ്റെ സഹോദരനായ റോണി പറഞ്ഞു ഇപ്പോൾ ഗെയിം സമനിലയിലാണ്, ഒരു പോയിന്റ് കൂടി കൂട്ടിയാൽ അവർക്ക് കളി ജയിക്കാമെന്ന്. ആരാണ് വിന്നിംഗ് ഷോട്ട് എടുക്കുക എന്ന് റോണി ചോദിച്ചു. റോണി എന്നിട്ട് മൈക്കിളിൻ്റെ ദിശയിലേക്ക് നോക്കി. കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും സംഭരിച്ചുകൊണ്ട് മൈക്കിൾ പറഞ്ഞു അവൻ ചെയ്തോളാമെന്ന്. അങ്ങനെ വിസിലടിച്ചപ്പോൾ വീണ്ടും കളി ആരംഭിച്ചു. പതിവ് പോലെ പരിഹാസവുമായി മാർക്ക് മൈക്കിളിനെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മാർക്കിൻ്റെ പരിഹാസങ്ങളൊന്നും മൈക്കിളിനെ തകർത്തിയില്ല. അവൻ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. മൈക്കിൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി. അവൻ നന്നായി പരിശീലിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് കളി ജയിക്കണമെന്ന വാശിയിലായിരുന്നു മൈക്കിളിന്. അങ്ങനെ അവസാനം മാർക്കിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് തന്നെ അവൻ പന്ത് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു. മാർക്കിൻ്റെ കൈകളിലൂടെ മുകളിൽ കൂടി വളഞ്ഞു പൊങ്ങി ആ പന്ത് റിങ്ങിൽ കൂടി താഴത്തേക്ക് പതിച്ചു. അങ്ങനെ മൈക്കിളിൻ്റെ ടീമിന് 2 പോയിന്റുകൾ കിട്ടി. അവർ കളി ജയിച്ചു. ജയം ഉറപ്പായപ്പോൾ മൈക്കിൾ വീട്ടിലേക്ക് ഓടി. അവൻ വീട്ടിലെത്തിയപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാനത് ചെയ്തു അച്ഛൻ, അമ്മ, ഞാനത് ചെയ്തു. ഉയരമുള്ള ആളുകളെ തലയ്ക്ക് മുകളിൽ കൂടി ഞാൻ ഷോട്ട് ചെയ്തു. നമ്മൾ കളി ജയിച്ചു. മൈക്കിളിൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു റോണിയും ലാറിയും. അവർ മൈക്കിളിൻ്റെ ആഘോഷത്തിൽ പങ്കാളികളായി. അവർ മൈക്കിളിനോട് പറഞ്ഞു ശരിയാണ് സഹോദര, നീ ജയിച്ചു, നീ ഞങ്ങൾക്ക് വേണ്ടി കളിയിൽ വിജയം നേടിത്തന്നു എന്നെല്ലാം. അന്നു മുതൽ മൈക്കിളിൻ്റെ അമ്മ മൈക്കിളിൻ്റെ ഷൂസുകളിൽ ഉപ്പ് വിതറുന്നത് നിർത്തി. കാരണം അമ്മയ്ക്ക് മനസ്സിലായി ഒരാളുടെ പൊക്കമല്ല അയാളുടെ വിജയത്തിൻ്റെ നിർണായക ഘടകം. ക്ഷമ, നിശ്ചയദാർഢ്യം, കഠിനാധ്വാനം എന്നിവയാണ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളെന്ന്. അതിനുശേഷം മൈക്കിൾ ക്ഷമയുള്ളവനും പരിശ്രമശാലിയായും തുടർന്നു. സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ഈ കഥയുടെ പ്രധാന ആശയം വിശ്വാസം, കഠിനാധ്വാനം, ക്ഷമ, ആത്മവിശ്വാസം എന്നിവയാണ്. വിജയം അത്ഭുതങ്ങളിലൂടെയോ ഭാഗ്യത്തിലൂടെയോ വരുന്നതല്ല, മറിച്ച് ശ്രമവും ആത്മവിശ്വാസവും കൊണ്ടാണ് അത് നേടേണ്ടതെന്ന് ഈ കഥ കാണിച്ചു തരുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ആദ്യം സ്വയം വിശ്വസിക്കുകയും ഒരിക്കലും പിന്മാറാതിരിക്കുകയും ചെയ്യണമെന്നും ഈ കഥ പറഞ്ഞു തരുന്നു.